KPMS ആവശ്യപ്പെടാതെ KPMSന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു നമുക്ക് ഒരു കൂട്ടായ്മ അനിവാര്യമാണ് എന്ന് KPMSനെ വന്ന് സമീപിച്ച് കൈപിടിച്ച് കൊണ്ടുപോയി ഒരു ബന്ധുത്വമുണ്ടാക്കാൻ ശ്രമിച്ചു. വെള്ളാപ്പള്ളി കഴിഞ്ഞ ആലപ്പുഴയിൽ ഞങ്ങളങ്ങനെ പ്രിൻസ് ഹോട്ടലിൽ ചേർന്നാണ് കേരളത്തിലെ പിന്നോക്ക പട്ടിക വിഭാഗ പ്രശ്നങ്ങൾ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. എനിക്ക് ഇവിടെ വെച്ച് NSSനോട് പറയാനുണ്ട് ഒരു കാര്യം. NSS കണ്ടാൽ മിണ്ടില്ല, മിണ്ടിയ തന്നെ അപ്പുറത്തും തൊഴുത്തി കുത്തുന്ന വർത്തമാനം പറഞ്ഞ് ഒരുപാട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുള്ള നേരാണ്. പക്ഷേ ശൂദ്രരാണ് അവരെന്ന കാര്യം അവർ മറക്കുന്നുണ്ട് പലപ്പോഴും. അവരുടെ ധാരണ തമ്പുരാനാണെന്നാണ്. അതുകൊണ്ട് ശൂദ്രരെ പ്രതിദാനം ചെയ്യുന്ന NSS അതിനേക്കാൾ താഴെയുള്ള SNDP മുതൽ താഴോട്ടുള്ള ആദിവാസി വരെയുള്ള, ആദിവാസി താഴെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ആദിവാസി താഴെയാണെന്ന് ഒരിക്കലും പറയില്ല. ഇന്നലെ വന്ന മലയേറിയ സഹോദരനെ കണ്ടപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തിത്വം പ്രദർശിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് ആദിവാസിയോളം താഴ്ന്നതാണെന്നല്ല, ആദിവാസിയോളം നാം എത്തിയിട്ടില്ല എന്ന പോരായ്മയാണ് എനിക്കപ്പോൾ ഫീൽ ചെയ്തത്. എന്തായാലും ആദിവാസി വരെയുള്ള സാമൂഹിക വിഭാഗം പല കാരണങ്ങളാണ് ഞങ്ങൾ അടിത്തടി തന്നെയാണ്. ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല. ആർക്കും വേണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്നത് വിചാരമാണ്. അതുകൊണ്ട് NSSനോട് ഈ വേദിയിൽ ഈ നവോത്ഥാനത്തിന് പരിഗണിക്കുകയാണ്. അങ്ങനെ വന്നാൽ, അങ്ങനെ വന്നില്ലെങ്കിൽ എന്താണ് നടക്കുക എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഹിന്ദുക്കളുടെ മൊത്തം അക്കൗണ്ടബിലിറ്റിയും രേഖപ്പെടുത്തിക്കൊണ്ട് NSS കാണിക്കുന്ന തീട്ടൂരം സഹിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലെന്നുള്ള കാര്യവും ഉറക്കെ പറയാം. അങ്ങനെ ഹിന്ദുക്കളുടെ മുഴുവൻ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് NSS ഈ അവകാശങ്ങൾ മുഴുവൻ കൊണ്ട് അതാരും മറക്കരുത്. ഇല്ലെങ്കിൽ എന്താ, പട്ടികജാതിക്കാരൻ എടുക്കാത്ത കാശാണെന്ന് പലരും ധരിക്കുന്നുണ്ട്. പട്ടികജാതിക്കാരനുള്ള ചേരാം, ഇസ്ലാമിൽ ചേരാതെ തന്നെ അവരോട് പങ്കുചേരാം. ഏത് ഈ ഘടക സംഘടന പോലെ പങ്കുചേരാം. ഞങ്ങൾ പറയുന്നു 36 കോടി ഇന്ത്യയിലെ പട്ടികജാതി വർഗ ജനതയും ഇവിടുത്തെ ഇസ്ലാം കൂടിച്ചേർന്നാൽ ഇന്ത്യ ഭരിക്കും. നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടാകും. ആരും അത് മറക്കണ്ട.